സൂപ്പർ പ്ലാനറിയും അവസാന ഘട്ടത്തിലേക്ക് അതിഥികളുടെ അറിവിലേക്കായി കഷ്ടി 5 മിനിറ്റാണ് നമുക്കിനി ബാക്കിയുള്ളത്. ശ്രീ ശൂരനാട് രാജശേഖരൻ, ഇവിടെ VM സുധീരൻ പുതിയ രൂപത്തിൽ ഈ പാർട്ടിയെ നയിക്കുന്നതിന് കൂടുതൽ പ്രാപ്തമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട് എന്നത് ഹൈക്കമാൻഡിൻ്റെ ആവശ്യം തന്നെയായിരുന്നു. കാരണം ഹൈക്കമാൻഡാണ് നിശ്ചയിച്ചത് സുധീരനെ, പിന്നെ അദ്ദേഹത്തിന് പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം വരുന്നു. ഇപ്പോൾ അതിനുള്ള അടുത്ത ചുവടുവയ്പ് ഹൈക്കമാൻഡ് നടത്തി എന്ന് കരുതാമോ? 1. 2, AK ആൻ്റണി അദൃശ്യനായി നിന്നുകൊണ്ടെല്ലാം നിർണയിക്കുന്നു എന്നത് ഇതോടെ ഉറപ്പാക്കപ്പെട്ടില്ലേ? അതുകൊണ്ട് സ്വന്തം പരിക്ക് എവിടെയാണ്, എവിടെ നിന്നേറ്റ പ്രഹരത്തിൽ നിന്നാണ് എന്ന് ഉമ്മൻചാണ്ടി ഇതിനോടകം മനസ്സിലാക്കിയിട്ടുമുണ്ടാകില്ലേ? വേണു ഇങ്ങനെ ഉമ്മൻചാണ്ടിയെ പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഉമ്മൻചാണ്ടി വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിയാണ് ഈ ലിസ്റ്റിൻ്റെ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും AK ആന്റണിയും രാഹുൽ ഗാന്ധിയും ഒക്കെ അടങ്ങുന്നവരാണ്. ഇവരെല്ലാം കൂടാണ് ഞാനടക്കമുള്ള KPC ഭാരവാഹികളെ ഡൽഹി വിളിക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്തത്. ഞാനിതിൻ്റെ ചർച്ചയുടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ, ശ്രീ AK ആന്റണി ഈ പരാജയത്തിന് ശേഷം പറഞ്ഞു ഒരു പുതിയ ടീമിനെ ഞങ്ങൾ തരുമെന്ന്. അത് പൂർണ്ണമായി പാലിച്ചിരിക്കുന്നു. കേരളത്തിലെ എല്ലാ കോൺഗ്രസ്സുകാർക്കും അംഗീകാരമുള്ള നല്ല ട്രാക്ക് റെക്കോർഡുള്ള നല്ല ചെറുപ്പക്കാരുടെ ഒരു നിരയെ അഡ്വക്കേറ്റ് ജയശങ്കർ എന്ന അന്തസ്സായി ഈ കാര്യങ്ങളെ വിലയിരുത്തി ഞാൻ കാണുകയായിരുന്നു. കോൺഗ്രസ്സുകാരനല്ലല്ലോ, മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ വക്താവായി അദ്ദേഹം, പക്ഷേ അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കിലും ഞാൻ ശ്രദ്ധിക്കായിരുന്നു. ഇതിൻ്റെ സന്ദേശം ഏറ്റവും കൂടുതൽ ഗംഭീരമായി പറഞ്ഞത് അഡ്വക്കേറ്റ് ജയശങ്കറാണ്. ഒരു പോസിറ്റീവ് ആംഗിളിൽ ഒന്ന് ചിന്തിച്ച് നോക്ക്. സണ്ണിക്കുട്ടി എല്ലാവരുടെയും ജാതകം കൂടെ പറഞ്ഞല്ലോ. സണ്ണിക്കുട്ടി ഇച്ചിരി പോസിറ്റീവായിട്ടൊന്ന് ആലോചിക്ക്. ഈ പരാജയത്തിൽ നമുക്കൊന്ന് രക്ഷപ്പെടണ്ടേ? ഞങ്ങൾക്ക് ആ രക്ഷപ്പെടാൻ കണ്ടതിൽ ഏറ്റവും നല്ല വഴിയാണ് ഹൈക്കമാൻഡ് ആയാലും നേതാക്കന്മാരും എടുത്തിട്ടുള്ളത്. ശരി ശരി അഡ്വക്കേറ്റ് ജയശങ്കർ, ഇനി നമുക്ക് സമയമില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ, നാം എത്രയൊക്കെ പോസിറ്റീവായി തന്നെ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോയാലും നമ്മുടെ മുന്നിലുള്ള ചില യാഥാർത്ഥ്യങ്ങൾ കാണാതിരുന്നുകൂടാ, അത് നെഗറ്റീവായി പോകുമെന്നതുകൊണ്ട് ഇവിടെ VM സുധീരന് കൂടുതൽ സുഗമമായി പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷമാണോ ഉണ്ടായിരിക്കുന്നത്? AK ആന്റണി പ്രഹരിച്ചത് ഉമ്മൻചാണ്ടിയെ തന്നെയാണോ അതിനുവേണ്ടി? അല്ല, ഞാൻ ശ്രീ AK ആന്റണി കേരളത്തിലെ കോൺഗ്രസിന് ദോഷം വരുന്ന എന്തെങ്കിലും തീരുമാനം എടുക്കും എന്ന് വിചാരിക്കുന്നില്ല. അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ ഇപ്പോൾ അദ്ദേഹത്തിന് കേരളത്തിൽ വന്നിട്ട് മുഖ്യമന്ത്രിയോ KPC പ്രസിഡന്റോ മറ്റെന്തെങ്കിലും ചെറിയ സ്ഥാനമോ ഏറ്റെടുക്കേണ്ട ഒരു ആവശ്യമില്ലല്ലോ. അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ താല്പര്യങ്ങളെക്കാൾ ഉപരി പാർട്ടിയുടെ താല്പര്യത്തിന് തന്നെയായിരിക്കും മുൻഗണന കൊടുത്തിരിക്കുന്നത്. പിന്നെ ശ്രീ ഉമ്മൻചാണ്ടിയെ പണ്ട് പരിലാളിച്ച പോലെ ഇനിമേലിൽ പരിലാളിക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പോൾ ഉമ്മൻചാണ്ടി സ്വതന്ത്രമായിട്ട് നിലനിൽക്കാൻ കഴിയുന്ന ഒരാളാണ്. പണ്ട് ആന്റണി നട്ടു നനച്ച് വളർത്തിയ ഗ്രൂപ്പിനെ ഇന്നിപ്പോൾ പരിപാലിക്കുന്നത് ശ്രീ ഉമ്മൻചാണ്ടിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ ആന്റണിക്ക് ഹൈക്കമാൻഡിൻ്റെ ഭാഗം എന്ന നിലയ്ക്ക് കുറേ കൂടി നീതിപൂർവമായിട്ട് നീതിനിഷ്ഠമായിട്ട് പാർട്ടിയുടെ പുരോഗതിയെ കണക്കാക്കി പ്രവർത്തിക്കുന്നതിൽ എന്താ തെറ്റുള്ളത്? അദ്ദേഹം ഇപ്പോൾ ഒരു ഗ്രൂപ്പിൻ്റെ ആളായിട്ട് നിൽക്കുന്നത് നമ്മൾ വാശി പിടിക്കുന്നത് ശരിയാണോ? ഉമ്മൻചാണ്ടിയെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തെക്കാൾ ഉപരിയായിട്ട് പാർട്ടിയുടെ മേന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു. മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, കേരളത്തിൽ അധികമുള്ളത് I ഗ്രൂപ്പുകാരാണ്. പ്രവർത്തകർ കൂടുതൽ I ഗ്രൂപ്പിനാണ്. ചെറുകിട നേതാക്കന്മാർ, ഇടത്തരം നേതാക്കന്മാർ കൂടുതൽ I ഗ്രൂപ്പിനാണ്. അപ്പോൾ അവർക്ക് ന്യായമായിട്ടും ആ ഒരു പ്രാമുഖ്യം കിട്ടി. മാത്രമല്ല, ഇത്രയും ചെറുപ്പക്കാരെ കണ്ടുപിടിച്ച് മുന്നോട്ട് കൊണ്ടുന്നില്ല, ചെറിയ കാര്യമല്ല. ആന്റണിയാണ് ചെയ്തെങ്കിൽ നമ്മൾ ആന്റണിയെ അഭിനന്ദിക്കണം. രാഹുൽ ഗാന്ധി ആണെങ്കിൽ അദ്ദേഹത്തിന് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കണം. ആരാണെങ്കിലും എനിക്ക് വിരോധമില്ല. ഇത് വലിയ ഒരു കാര്യം തന്നെയാണ്. ഒരു പാർട്ടിക്കും ഒരു പ്രസ്ഥാനത്തിനും ഇത്ര വലിയൊരു സമഗ്രമായ മാറ്റം, ഇത്ര വിപ്ലവകരമായ രീതിയിലുള്ള മാറ്റം വരുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല സമീപകാലത്ത് ഒരിക്കലും. ശരി, എനിക്ക് ഈ ചർച്ച വേഗം പൂർത്തിയാക്കണം. സിദ്ദിഖ്, ചുരുക്കം വാക്കുകളിൽ. ശ്രീ ജയശങ്കർ ചൂണ്ടിക്കാട്ടുമ്പോൾ CPM അടക്കം ഈ പുനഃസംഘടനയിൽ നിന്ന് പാഠം പഠിക്കേണ്ടി വരും. കാരണം വളരെ സജീവമായ സംഘടനാ സംവിധാനമുള്ള CPM പോലും ഈ ജില്ലാ നേതാക്കന്മാരെ കണ്ടെത്തുമ്പോൾ ഒരു KN ബാലോവാലിലേക്കും ഒരു രാജീവിലേക്കുമാണ് ഒതുങ്ങിയിട്ടുള്ളത്. നിങ്ങൾ അടിമുടി ഒരു പുതുരക്തത്തെയാണ് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ പിൻബലത്തിൽ എന്ത് നേടാൻ കഴിയും? ഒന്ന് വളരെ കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ സമീപനം ഈ കാര്യത്തിൽ കോൺഗ്രസ് ഹൈക്കമാൻഡും കോൺഗ്രസ് നേതൃത്വവും പുലർത്തിയിട്ടുണ്ട്. കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർ പേരുകൾ നൽകിയിരുന്ന സന്ദർഭങ്ങളിൽ വരെ ആ പേരുകളിൽ വരെ ആ സമീപനം വളരെ കൃത്യമായി പ്രകടമായിരുന്നു. കേരളത്തിൽ യൂത്തിനെ ആകർഷിക്കുകയും പുതിയ രാഷ്ട്രീയ സമീപനത്തോടുകൂടി ഇച്ഛാശക്തിയോടുകൂടി പുതിയതായിരിക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ
നൂതനമായിട്ടുള്ള സമീപനം സ്വീകരിച്ചുകൊണ്ട് വളരെ കൃത്യതയോടുള്ള സമീപനം സ്വീകരിച്ച് പാർട്ടിയെ ജനബന്ധമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനമാക്കുക, പ്ലസ് അതിൻ്റെ കൂടെ സംഘടനാപരമായിട്ടുള്ള അടിത്തറ വർദ്ധിപ്പിക്കുക. ഇത് 2 സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. ശരി, അതിൽ പാർട്ടി എന്നുള്ള രീതിയിൽ അതിന് പൂർണ്ണമായിട്ടുള്ള വില കൊടുക്കും എന്നുള്ളത് പറയാൻ ആഗ്രഹിക്കുന്നു. അതിൻ്റെ കൂടെ ശ്രീ വേണു നേരത്തെ എന്നോട് ചോദിക്കാത്തൊരു ചോദ്യത്തിൻ്റെ മറുപടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും VM സുധീരനും ഉൾപ്പെടെയുള്ള എല്ലാവരും ഒരേ പ്ലാറ്റ്ഫോമിൽ വളരെ കൃത്യതയോടുകൂടി ആശയവിനിമയം നടത്തി കേരളത്തിലെ കോൺഗ്രസിൽ ഗ്രൂപ്പിന് അതീതമായിട്ടുള്ള അതിപ്രസരം അവസാനിപ്പിച്ച് മുന്നോട്ട് പോകുന്നൊരു സമീപനമാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, യൂത്ത് കോൺഗ്രസിൽ ഉമ്മൻചാണ്ടിയെ മാത്രം പരിഗണിച്ചു എന്ന് പറയേണ്ടി വരും. ഇവിടെ ആ ഒരു സമീപനത്തിന് അപ്പുറമുള്ള സമീപനം ശരി ഒരിക്കൽ കൂടി സിദ്ദിഖിന് എല്ലാ ഭാഗങ്ങളും പുതിയ ചുമതല ഏറ്റെടുക്കുമ്പോൾ ബിന്ദു. തീർച്ചയായും കാലഘട്ടത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് തന്നെ നല്ല രീതിയിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനത്തെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ഒരു തീരുമാനമാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും അതുപോലെ അഖിലേന്ത്യാ കോൺഗ്രസ് നേതൃത്വവും എടുത്തിരിക്കുന്നത്. ഞാൻ ഈ സന്ദർഭത്തിൽ ഓർക്കുന്നത് 2014 രാഹുൽജി കേരളത്തിൽ സന്ദർശിക്കാൻ വന്നു. അപ്പോൾ ഓരോരുത്തരും ഗ്രൂപ്പുകളായി കണ്ടു. ഗ്രൂപ്പുകൾ മീൻസ് യൂത്ത് കോൺഗ്രസിൻ്റെ ടീമിനെ, മഹിളാ കോൺഗ്രസ് ടീമിനെ, അങ്ങനെ വനിതകളുടെ ഞങ്ങളുടെ എല്ലാ ടീമിനെയും PCC അധ്യക്ഷൻ്റെ സാന്നിധ്യത്തിൽ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്നാണ് കേരളത്തിലൊരു വനിതാ DCC പ്രസിഡന്റ് നിങ്ങൾ വയ്ക്കുന്നത്? ടെൽ മീ 2015, 16. പക്ഷേ 16 അത് യാഥാർത്ഥ്യമായിരിക്കുന്നു. അതിൻ്റെ സന്തോഷമുണ്ട്. ഒപ്പം കേരളത്തിലെ എല്ലാവരോടും യോജിച്ച അക്രമ രാഷ്ട്രീയത്തിനെതിരായി, വർഗീയ രാഷ്ട്രീയത്തിനെതിരായി കോൺഗ്രസിൻ്റെ ആശയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട്. ശരി, സണ്ണിക്കുട്ടി എബ്രഹാം 30 സെക്കൻഡ്. ഇനിയിപ്പോൾ പുതിയ മാറ്റങ്ങളും കൂടെ വരാൻ പോകുന്നത്. ഇതിൻ്റെ ആദ്യത്തെ പടിയാണിത്. ഇനിയിപ്പോൾ ഈ ജില്ലകളിലുള്ള ജംബോ കമ്മിറ്റികളുടെ രൂപം മാറാൻ പോകുന്നു. KPCCയുടെ പുനഃസംഘടനയിലേക്ക് പോകുന്നു. ഇതിന് തുടർച്ചയായിട്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായേ സാധിക്കൂ. പക്ഷേ വേണുവിൻ്റെ നേരത്തെ ഒരു ചോദ്യത്തിൽ പറഞ്ഞ പോലെ VM സുധീരന് കൂടുതൽ സ്വതന്ത്രമായും ഫലപ്രദമായും പ്രവർത്തിക്കാൻ വേണ്ടിയാണ്, ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ പുനഃസംഘടന എന്ന് ആരെങ്കിലും കരുതുന്നെങ്കിൽ അത് അപകടമാണ്. അതുപോലെ തന്നെ ഇതിനെ ഒരു വലിയ വിപ്ലവമായിട്ടൊന്നും ഞാൻ കണക്കാക്കുന്നില്ല. ഇവിടെ ഒരു വനിതാ, ഞാനിവിടെ ശ്രീമതി ബിന്ദു കൃഷ്ണൻ ഒരു വനിതാ DCC പ്രസിഡന്റ് വന്നതിനെ പറഞ്ഞു. ഇവിടെ ഷാനിമോൾ ഉസ്മാൻ എന്ന് പറയുന്ന ഒരു നേതാവ് ഉണ്ടായിരുന്നു. അഖിലേന്ത്യാ തലത്തിൽ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ച് കഴിവ് തെളിയിച്ച ഒരാളാണ്. ഷാനിമോൾ ഉസ്മാൻ എവിടെയെന്നുള്ള ചോദ്യങ്ങൾ ഉണ്ടാകുന്നു. പിന്നീട് ഇതെല്ലാം പുതുമുഖങ്ങളാണ്. കുറേ വയസ്സൻസ് ക്ലബ്ബായി ഇത് നടത്തിക്കൊണ്ടിരുന്ന DCCകൾ അവരെയൊക്കെ വിശ്വാസത്തിലെടുക്കുക, അവിടെ ഇവരുടെ സ്വാധീനം, അവരുടെ സാന്നിധ്യം ഉറപ്പിക്കാൻ ഇവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷത്തോടുകൂടി ബിന്ദു കൃഷ്ണയ്ക്കും ഇപ്പോൾ പാലിലുള്ളതുകൊണ്ട് സിദ്ദിഖിനും എല്ലാ ആശംസകളും വരുന്നു. സിദ്ദിഖൊക്കെ പെട്ടെന്ന് പിന്നെ നമ്മുടെ ബിന്ദുവും പെട്ടെന്ന് ഗ്രൂപ്പുകൾക്ക് അതീതമായി മാറിയതിലുള്ള സന്തോഷവും ഞാൻ അറിയിക്കുന്നു. വളരെയധികം നന്ദി. ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു.